നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ദിവസം നമ്മൾ നോക്കാനായിട്ടാണ് മാൻ യുണൈറ്റഡ് ഫാൻസിന് വീണ്ടും ധാരാളം അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരുന്ന ദിവസമായിരുന്നു. സോ ഇന്നലെ മാൻ യുണൈറ്റഡായിട്ട് ലിങ്ക് ചെയ്ത് കേട്ട ഒരു പ്ലെയർ ആയിരുന്നു റിക്കാർഡ് റിയോസ് എന്ന് പറയുന്നത്, കൊളംബിയയുടെ മിഡ്ഫീൽഡർ. സോ ആളെക്കുറിച്ച് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാം. സോ ഈ ഒരു ന്യൂസ് വരുന്നത് ഗോൾ ബ്രസീലാണ് മാൻ യുണൈറ്റഡുമായിട്ട് ഈ താരത്തെ ലിങ്ക് ചെയ്യുന്നത്. പക്ഷെ എന്നോട് ചോദിക്കുവാണെങ്കിലും ഇപ്പം അത് ഗോൾ ബ്രസീൽ ലിങ്ക് ചെയ്ത് കണ്ടപ്പോഴേ നമുക്കൊരു ഫേക്ക് ആയിട്ടോ അഥവാ മേ ബി ഒരു സർക്കുലേഷൻ കൂട്ടാനായിട്ട് അവർ ചെയ്തതായിട്ടോ, അതിനുശേഷം ഫബ്രീസിയോ റൊമാനോ യുണൈറ്റഡ് സ്റ്റാൻഡ് വന്ന് പറയുകയും ചെയ്യുന്നു റിക്കാർഡ് റിയോസ് ഡീൽ യുണൈറ്റഡ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിൽ ആൾ തുറന്നു പറയുകയും ചെയ്തിരുന്നു. ബട്ട് റിക്കാർഡ് റിയോസ് ആരാണ്? ചില പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്കൊക്കെ താരത്തിന് മേ ബി ഇൻട്രസ്റ്റ് വരാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. സോ എന്താണ് ഈ ഒരു താരം? നമ്മൾ നോക്കാനായിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് ചോദിച്ചാൽ ഇതൊരു ഫുട്സാൾ പ്ലെയർ ആയിരുന്നു. 2018 സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വളരെയധികം ടീമുകളെ ഇംപ്രസ് ചെയ്യുകയും അന്ന് ആ ഫുട്സാൾ ചാമ്പ്യൻഷിപ്പിൽ ആളുടെ മികച്ച പ്രകടനം കണ്ട് ഫ്ലമംഗോ ഈ താരത്തിന് ഒരു കോൺട്രാക്ട് കൊടുക്കുകയായിരുന്നു. സോ ഫുട്സാലിലൂടെയാണ് ആൾ ഈ ഒരു ഫുട്ബോളിലോട്ട് വരുന്നത്. സോ അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണ് പല ക്ലബ്ബുകളിലോട്ട് നീങ്ങി ഇപ്പം പാൽമേറിസിലാണ് കളിക്കുന്നത്. സോ താരം കൊളംബിയൻ ഇന്റർനാഷണൽ ആണ്. കോപ്പ അമേരിക്കയിലും മറ്റുമൊക്കെ മികച്ച പ്രകടനമായിരുന്നു കൊളംബിയയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു താരമാണ്. സൂപ്പർബായി കളിക്കുന്ന പ്ലെയറാണ്. DMF കളിക്കാൻ പറ്റും. ബെസ്റ്റ് പൊസിഷൻ ഈസ് എ സെൻട്രൽ മിഡ്ഫീൽഡർ. ഒരു DMFനോട് അലോങ് സൈഡ് ഇറങ്ങുന്നത്. സോ ആൾ ടൈറ്റ് സ്പേസസിലൊക്കെ സൂപ്പർബാണ്. അതാണ് കാണുന്നത്. ഫുട്സാൾ പ്ലെയർ ആയിരുന്നാൽ അതിൻ്റെ എല്ലാ സ്കിൽസും നമുക്ക് കാണാൻ സാധിക്കും. ആളുടെ വർക്ക് റേറ്റ് ആണ് ആളുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. അന്യായ വർക്ക് റേറ്റ് ആണ്. ആൻഡ് പ്രോഗ്രസീവ് ക്യാരീസിൽ സൂപ്പർബാണ്. പാസിംഗ് റേഞ്ചും മറ്റുമൊക്കെ ഒരു അല്പം ഡൗൺ ആണ്. ആൾ കൂടുതലും ബോൾ ഈവൻ യൂറോപ്പിലോട്ടൊക്കെ വരുമ്പോൾ നമുക്കറിയാം പാസിംഗിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ്. സോ യൂറോപ്പിൽ ഒരു ടോപ്പ് ടീമിൽ കളിക്കാൻ റെഡി ആണെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് യൂറോപ്പിൽ അറ്റ്ലീസ്റ്റ് ഒരു മിഡ് ടേബിൾ സൈഡോ അല്ലെങ്കിൽ ഒരു ടോപ്പ് സൈഡോ കൺസിഡർ ചെയ്യാവുന്ന ഒരു പ്രൊഫൈലെ കാണും. കോപ്പ അമേരിക്കയിലൊക്കെ സൂപ്പർബായിട്ട് പെർഫോം ചെയ്യുകയാണ്. ഇപ്പം കൊളംബിയ വേഴ്സസ് സ്പെയിൻ ഒരു ഫ്രണ്ട്ലി മാച്ച് ഉണ്ട്. ആ മാച്ചിലൊക്കെ റിക്കാർഡ് റിയോസിന്റെ പെർഫോമൻസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. പറ്റുവാണ് എടുത്തുനിന്ന് കാണുക. റിയലി ഗുഡ് പ്ലെയർ ആണ് ഓവറോൾ അബിലിറ്റിയിൽ. ബട്ട് പാസിംഗിലും മറ്റുമൊക്കെ ധാരാളം ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതുണ്ട്. ആളുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് പ്രോഗ്രസീവ് ക്യാരീസ് ആണ്. ആളുടെ നാച്ചുറൽ ഇൻസ്റ്റിന്റ് ബോൾ കിട്ടിയാൽ ടൈറ്റ് സ്പേസസിലൂടെ ആണെങ്കിലും ബോളുമായിട്ട് ക്യാരി ചെയ്യും. അതാണ് ആളുടെ നാച്ചുറൽ ഇൻസ്റ്റിന്റ് ആൻഡ് പാസിംഗ് ദ ബോൾ. സോ താരത്തെക്കുറിച്ച് നോക്കാനായിട്ടാണെങ്കിൽ ഐ തിങ്ക് മേ ബി ഒരു മിഡ് ടേബിൾ പ്രീമിയർ ലീഗ് സൈഡുകളും എല്ലാം വന്നാൽ തള്ളി കളയേണ്ടതില്ല. ബട്ട് മാൻ യുണൈറ്റഡ് ലിങ്ക്സ് എല്ലാം ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫേക്ക് ആണെന്ന് പറഞ്ഞ ന്യൂസായിട്ട് ലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ബ്രൂണോ ഫെർണാണ്ടസിന് വേണ്ടി PSG നോക്കുന്നു എന്നുള്ള രീതിയിലാണ്. ബട്ട് അറ്റ് ദിസ് മൊമെന്റ് PSG ബ്രൂണോ ഫെർണാണ്ടസിൽ നോക്കുന്നേ ഇല്ല എന്നുള്ളൊരു കാര്യം കൺഫേം ആക്കിയിട്ടുണ്ട്. ലേക്കുപ്പിന്റെ ആ ന്യൂസ് ജെനുവിൻ അല്ല എന്നാണ് കേൾക്കുന്നത്. സോ എന്തുകൊണ്ടും ഡസൻ മേക്ക് സെൻസ്. ലൂയിസ് എൻറിക്കയുടെ സിസ്റ്റത്തിൽ ഒരിക്കലും സെറ്റ് ആവുന്ന ഒരു പ്ലെയർ ആയിട്ട് തോന്നുന്നില്ല. നമുക്കറിയാം ബ്രൂണോ ഫെർണാണ്ടസ്, നമുക്കറിയാം ലൂയിസ് എൻറിക്കയുടെ സിസ്റ്റം ഹൈലി ഡിമാൻഡിങ് ഓൺ ദ ബോൾ ആണ്. പേഷ്യൻസിന്റെ കാര്യത്തിലാണ്, ബോൾ റിലീസിന്റെ കാര്യത്തിലാണ്. ബ്രൂണോ ഫെർണാണ്ടസ് ഡസൻ മേക്ക് സെൻസ്. പക്ഷേ അപ്പുറത്ത് ജേഡൻ സാൻജോ ലിങ്ക്സ് സാൻഡി JFM ആണെങ്കിൽ പുറത്തു വിട്ടിരുന്നു. അതിനുശേഷം ഈവൻ ഇഫ് ആരും വന്ന് അങ്ങനെ സീരിയസ്ലി ഇത് ഫേക്ക് ആണെന്നുള്ള രീതിയിൽ തള്ളുന്ന കണ്ടില്ല. ഈ കാര്യം പല ന്യൂസ് ഔട്ട്ലെറ്റ്സുകളും എടുത്തിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നതും കണ്ടു. ബട്ട് ഫാബോ, ഡേവിഡ് ഓൺസ്റ്റീനോ, പ്ലെറ്റൻബർഗോ ഒന്നും ഇതൊന്നും കൺഫേം ആക്കിയിട്ടില്ല. പക്ഷേ ഇത് നടക്കാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയേണ്ടതില്ല എന്നാണ് നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ജേഡൻ സാൻജോനെ സ്റ്റിൽ മാൻ യുണൈറ്റഡ് മാർക്കറ്റ് വെച്ചിട്ടുണ്ട്. ജേഡൻ സാൻജോയ്ക്ക് വേണ്ടി യൂറോപ്യൻ ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. കേൾക്കുന്ന പ്രൈസ് 40 മില്യൺ ആണെന്നാണ് കേൾക്കുന്നത്. 40 മില്യൺ യൂറോസ് അറൗണ്ട് ആണ് പ്രൈസ് എന്ന് കേൾക്കുന്നു. മേ ബി ഉഗാർട്ട ഡീലിൽ ഇത് ഉൾപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. സെപ്പറേറ്റ് ഡീലായിട്ടായിരിക്കും മേ ബി നടക്കാനായിട്ട് സാധ്യത. പക്ഷേ ഇത് കൺഫേം ആക്കിയിട്ടില്ല. ബട്ട് സാൻജോ ടു PSG മേക്സ് ബിറ്റ് ഓഫ് സെൻസ്. പിന്നെ നമ്മൾ നോക്കാനായിട്ടാണ് സാൻജോ റീസെന്റ് ആളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറിയിട്ട് ആൾ യുണൈറ്റഡ് തിരിച്ചു വന്ന് ട്രെയിനിങ് ചെയ്യാൻ നടത്തിയതിൻ്റെ മറ്റൊന്നും ഒറ്റ പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ടല്ലോ. സോ എനിക്കൊന്ന് പുള്ളി ഒരു മൂവിന് വേണ്ടി തന്നെയാണ് നോക്കുന്നതെന്ന് തോന്നുന്നു ജേഡൻ സാൻജോ. ആളുടെ അവസാനത്തെ പോസ്റ്റുകളെല്ലാം ഡോർട്ട്മുണ്ട് പ്ലേയേഴ്സിനെ വിഷ് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയത്തില്ല. മേ ബി സാൻജോ പോകാനായിട്ടുള്ള ചാൻസ് ഞാൻ തള്ളിക്കളയുന്നില്ല. അതുപോലെ തന്നെ മാൻ യുണൈറ്റഡ് റിലേറ്റഡ് ആയി വന്ന വേറെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പ്ലെറ്റൻബർഗ് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. മൊറോക്കൻ ഇന്റർനാഷണലായ ബയൺ മ്യൂണിക്കിന്റെ വിങ് ബാക്ക് കളിക്കുന്ന മസുറായിനെ, ഇപ്പോൾ റൈറ്റ് ബാക്കും കളിക്കും, റൈറ്റ് ബാക്ക് ബട്ട് ലെഫ്റ്റ് ബാക്ക് ആയിട്ടും കവർ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് മസുറായിനെ. നേരത്തെ ടെന്നാഗിന് അണ്ടർ കളിച്ചിട്ടുള്ളതാണ് അയാക്സ് സൈഡിൽ. സോ മസറായിക്ക് വേണ്ടി യുണൈറ്റഡും വെസ്റ്റാമും നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് വന്ന് പ്ലെറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ റൂമറുകൾ പ്രകാരം വാൻ ബിസാക്ക മിക്കവാറും വെസ്റ്റാമോ കൊത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണെന്ന് കേൾക്കുന്നു. അഥവാ ക്രിസ്റ്റൽ പാലസിന്റെ ഡീലിൽ എൻട്രി ചെയ്യാമെന്നും റൂമറുകളുണ്ട്. ബട്ട് വെസ്റ്റാം 15 മില്യൻ്റെ ഒക്കെ ഒരു ബിഡ്, അഥവാ 15 to 20 മില്യൺ വാൻ ബിസാക്കനെ റിലീസ് ചെയ്യുക, പകരം മസുറായിനെ റീപ്ലേസ്മെന്റ് ആയിട്ട് കൊണ്ടുവരാൻ മാൻ യുണൈറ്റഡ് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ വാർത്തകൾ വളരെ സ്ട്രോങ് ആണ്. സോ പ്ലെറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് 20 മുതൽ 25 മില്യൺ വരെയാണ് ബയൺ മ്യൂണിക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് റിയലിസ്റ്റിക്കലി ഒരു 15 മുതൽ 20 മില്യൺ ഇടയ്ക്ക് ഡീൽ നടക്കാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണെന്നാണ് ജർമ്മനി എന്നുള്ള റിപ്പോർട്ടുകൾ. സോ പ്ലെറ്റൻബർഗിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം മാൻ യുണൈറ്റഡും വെസ്റ്റാമുമാണ് ഈ മൊറോക്കൻ ഇന്റർനാഷണലായ മസുറായിക്ക് വേണ്ടി നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. സോ അതുപോലെ തന്നെ മറ്റൊരു റൂമർ കേട്ടത് വാൻഡർസനും, മൊണോക്കോയുടെ വിങ് ബാക്കായ വാൻഡർസനും അതുപോലെ തന്നെ
ബയർ ലെവർകൂസനെ ഫ്രിംബോങ്ങിലും മാൻ യുണൈറ്റഡ് ഡിസ്കഷൻ ഇന്റേണലി അവർക്ക് വേണ്ടി ഒരു ഡിസ്കഷൻ നടത്തി ആ പ്ലെയർ പ്രൊഫൈലിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്തു എന്നുള്ള രീതിയിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ടു റീപ്ലേസ് വാൻ ബിസാക്ക. സോ അതുപോലെ തന്നെ കേൾക്കുന്ന മറ്റു വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ ജോ ഫെലിക്സിന് വേണ്ടി ആസ്റ്റൺ വില്ല രംഗത്ത് വന്നേക്കാന്ന് പറഞ്ഞ റൂമറുകൾ വളരെ സ്ട്രോങ് ആണ്. നമുക്ക് 60 മില്യൺ യൂറോസ് ഒരു പ്രൈസ് ടാഗ് ആണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വെച്ചിരിക്കുന്നത്. സോ ലോണിന് വിടുവാണെങ്കിൽ ഒബ്ലിഗേഷൻ ടു ബൈനോ മറ്റും വെച്ചേ വിടത്തുള്ളൂ എന്ന് പറഞ്ഞ വാശിയിലാണ്. ബാർസലോണ സ്റ്റിൽ ഫെലിക്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും പ്രയോറിറ്റി അല്ല. ഫബ്രീസിയോ കൺഫേം ചെയ്തിട്ടുണ്ട് നിക്കോ ഡീലിനാണ് ഫുൾ പ്രയോറിറ്റി. ജാവോ ഫെലിക്സിനെ ബാർസലോണ ഇപ്പം സീരിയസ്ലി നോക്കുന്നില്ല. ബട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ അവൈലബിൾ ആണെങ്കിൽ ഇൻ ഫ്യൂച്ചർ നോക്കിയാൽ. ബട്ട് ഇപ്പം സീരിയസ്ലി ഒരു ഇൻട്രസ്റ്റും കാണിക്കുന്നില്ല സീരിയസ് ആയിട്ട് ആ ഒരു ഡീൽ പ്രോഗ്രസ് ചെയ്യാനായിട്ട്. സോ ഫെലിക്സ് നെക്സ്റ്റ് ക്ലബ്ബ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് ദിസ് മൊമെന്റ് ഉനെ എമറി പുള്ളിയെ ഹൈലി റേറ്റ് ചെയ്യുന്നുണ്ടെന്നും ബട്ട് ഈ 60 മില്യൺ യൂറോസിന്റെ പ്രൈസ് ടാഗ് പേ ചെയ്യത്തില്ലെന്നും ഫബ്രീസ് ഇട്ടിട്ടുണ്ട്. നമുക്കറിയാം ഡിയാബിനെ 60 മില്യൺ ഇത്തിഹാഡിലോട്ട് വിട്ടിട്ടുണ്ട്. സോ ഡിയാബിനെ പകരം റീപ്ലേസ്മെന്റ് ആയിട്ട് ജോ ഫെലിക്സിനെയാണ് ആസ്റ്റൺ വില്ല നോക്കുന്നതെന്ന് പറഞ്ഞാണ് റിപ്പോർട്ടുകൾ ഫാബ് ഉൾപ്പെടെ പലരും റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഐ തിങ്ക് ജോ ഫെലിക്സ് ഡീൽ മൈറ്റ് ഹാപ്പൻ. അവർ നോക്കുന്നത് ഒരു ലോൺ ഡീൽ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ ആണെന്ന് കേൾക്കുന്നത്. ബട്ട് ഈ 60 മില്യൺ പ്രൈസ് ടാഗ് പേ ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ ലെസ് ആണെന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ കേൾക്കുന്ന മറ്റൊരു വാർത്തയാണ് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് ഗാലഗർ ലിങ്ക്സ് വളരെ സ്ട്രോങ് ആണ്. ഫാബ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അത്ലറ്റിക്കോ മാഡ്രിഡ് കോണർ ഗാലഗറിൽ ഇൻട്രസ്റ്റഡ് ആണ് അലോങ് വിത്ത് ടോട്ടനാം എന്നുള്ള ന്യൂസ് കുറേ നാളായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പോൾ ആ ടോക്സ് കുറച്ചുകൂടെ പ്രോഗ്രസ് ആവുന്നു. സീരിയസ്ലി അവർ ഗാലഗറിലോട്ട് സീരിയസ്ലി കൺസിഡർ ചെയ്യുന്നു എന്ന് പറഞ്ഞ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഗാലഗർ ലാസ്റ്റ് ഇയർ ഓഫ് ഹിസ് കോൺട്രാക്റ്റിലോട്ടാണ് പോകുന്നത്. ചെൽസിയായിട്ട് ഇതുവരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. ചെൽസിയുടെ പോളിസീസ് പ്രകാരം മിക്കവാറും എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ വിൽക്കാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. കാരണം ഒരു ഫ്രീ ഏജന്റായിട്ട് നെക്സ്റ്റ് സീസൺ ഗാലഗറിനെ വിൽക്കുന്നതിലും കൊടുക്കുന്നതിലും ഭേദം ഈ സീസൺ കിട്ടുന്ന പ്രൈസിന് വിൽക്കുന്നതായിരിക്കും. ഐ തിങ്ക് അത്ലറ്റിക്കോ മാഡ്രിഡാണ് ഗാലഗർ ഡീൽ ഇപ്പം പ്രോഗ്രസ് ചെയ്യുന്നതാണ് ഫബ്രീസിയോ റൊമാനോയുടെ ഒക്കെ റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടോക്സ് തുടങ്ങി മുന്നോട്ട് നീങ്ങുന്നു എന്നല്ല, ബട്ട് സ്ട്രോങ് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. മേ ബി കമ്മിങ് ഡേയ്സിൽ ഒരു ഓഫർ വന്നേക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻ ഫോക്ക് ഒരു റിപ്പോർട്ട് വിട്ടിരുന്നു. സോ ക്രിസ്ത്യൻ ഫോക്ക് ആണ് ബയൺ റിലേറ്റഡ് ന്യൂസിലൊക്കെ കുറച്ച് റിലയബിൾ ആണ്, ബട്ട് ഫുള്ളി റിലയബിൾ എന്ന് ഞാൻ പറയുന്നില്ല. ക്രിസ്ത്യൻ ഫോക്ക് വിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാൻ യുണൈറ്റഡ് സ്റ്റിൽ ഡിലൈറ്റ് ഡീൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു വെർബൽ പ്രപ്പോസലായിട്ട് 35 മില്യൺ യൂറോസിന്റെ ഒരു പ്രപ്പോസൽ മാൻ യുണൈറ്റഡ് ബയൺ മ്യൂണിക്കിന് ഡിലൈറ്റിന് വേണ്ടി വിട്ടെന്നും അത് അവർ റിജക്ട് ചെയ്തെന്നും 50 മില്യൺ എന്ന പ്രൈസ് ടാഗിൽ സ്റ്റിൽ നിൽക്കുകയാണ് ബയൺ മ്യൂണിക് എന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്ന വാർത്തകൾ. സോ ജെറാർഡ് ബ്രാന്തോവിനെ കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ഇപ്പം കുറഞ്ഞു. ഈവൻ ഇഫ് ആ ടേക്ക് ഓവർ നടന്നിട്ടില്ലെങ്കിലും 75 മില്യൺ പ്രൈസ് ടാഗിൽ ഉറച്ചു നിൽക്കുകയാണ് എവർട്ടൺ. അതിനാൽ തന്നെ അവർ തിരിച്ച് ഡിലൈറ്റിലോട്ട് നീങ്ങി എന്നാണ് കേൾക്കുന്ന വാർത്തകൾ. സോ 35 മില്യൻ്റെ ഒരു പ്രപ്പോസൽ റിജക്റ്റ് ആയി എന്നാണ് ക്രിസ്ത്യൻ ഫോക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ നോക്കാം എന്താവുന്നത്. സ്റ്റിൽ യുണൈറ്റഡ് ഒരു സെൻട്രൽ ബാക്കിനെ കൂടെ കൊണ്ടുവരുമെന്നാണ് കേൾക്കുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സോ ഇതൊക്കെയാണ് ഓവറോൾ സർക്കുലേറ്റ് ചെയ്യുന്ന വാർത്തകൾ. പിന്നെ നിക്കോ വില്യംസിന്റെ കാര്യത്തിൽ ബാർസലോണ നല്ല പ്രോഗ്രസ് നടത്തുന്നതായിട്ട് ഫബ്രീസിയോ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വീക്ക് ക്രൂഷ്യലാണെന്ന് കേൾക്കുന്നുണ്ട്. ലിവർപൂൾ അപ്ഡേറ്റ്സ് നമ്മൾ ഇന്നലെ പറഞ്ഞു. ലിവർപൂളായിട്ട് പല പ്ലേയേഴ്സും ലിങ്ക്സ് വരുന്നുണ്ട്. ബട്ട് അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് ഫാബ് ഓൺസ്റ്റീനൊന്നും ലിവർപൂൾ കാര്യത്തിൽ അധികം റിപ്പോർട്ടുകൾ വിടുന്നില്ല.